വരുന്നുണ്ട്. അളിയെ നോക്കിയപ്പോണ്ടല്ലോ. ശരിയെന്നാ ഒരു കട്ട കുടിച്ച് എന്റെ പൊന്നളിയാ, ഒന്നും പറയണ്ട. മഴയോട് മഴ, ഇടി, എത്ര മരാ പൊട്ടി വീണതെന്ന് യാതൊരു കണക്കില്ല. സുനാമി മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ഒരു മരം വീണെന്നും പറഞ്ഞിട്ട് ചെന്നാണ്. അവിടെ ചെന്നപ്പോ ചറപറ മരം വീണ് കിടക്കും. പിന്നെ മുഴുവൻ വെട്ടി ഒതുക്കി. ഔഷധമായി പോയി. ഭാഗിട്ടോ എന്ത് ആ ജമന്തി കട്ടൻ ചായ എടുത്തോ. അതെ, നിങ്ങളേതായാലും വന്നത് നന്നായി. ഇല്ലെങ്കിൽ അവളാകെ പേടിച്ചൊരു പരുവത്തിലായി പോയാൽ. കട്ടൻ ചായ എടുത്തോ ജമന്തി, 2 എണ്ണം എടുത്തോ. എന്തേ അതാ ഞാൻ ചോദിക്കണേ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുപറ്റി? നിന്നെ എന്തിനാണ് കല്യാണം കഴിപ്പിച്ചേ? എന്തെന്ന് എന്താളിയാ പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ടോലോന്ന് കാണിക്കല്ലേ. എന്താ കാര്യം പറ. നിന്നെ എന്തിനാ കല്യാണം കഴിപ്പിച്ചത്? എന്നെ കല്യാണം കഴിപ്പിച്ചത് എന്തിനാണ്? നിനക്ക് ഇത്ര ബുദ്ധിമുട്ടാണ് ഇവനെ കിട്ടിയാൽ മതിയായിരുന്നല്ലോ. നിനക്ക് 24 മണിക്കൂർ അവന്റെ കൂടെ നടക്കണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം. പെരും മഴയായിരുന്നില്ലേ? മരം പൊട്ടി വീണു, അതിന് നേരാക്കാൻ വേണ്ടി പോയതാണ്. ലൈനൊക്കെ പൊട്ടി വീണിട്ട് വേറെ കാര്യങ്ങൾക്കൊന്നും മുടക്കം വന്നില്ലല്ലോ അല്ലേ? ചോദിക്കാൻ അങ്ങോട്ട് ഇരുന്ന് മോങ്ങാതെ. നിങ്ങൾ ഇത്ര നേരം സത്യമായിട്ട് എവിടെയായിരുന്നു? അതല്ലേ പറഞ്ഞത്, ഭയങ്കര കാറ്റും മഴയായിരുന്നു. മരങ്ങളൊക്കെ ആ ലൈനിന്റെ മുകളിൽ പൊട്ടി വീണിട്ട്. ഒന്ന് പറഞ്ഞു കൊടുത്തേ നീ. എന്റെ ജമന്തി, റോഡില് മുഴുവൻ മരം വീണ് എന്താണ് ഈ പറയണേ? എന്താണ് നിനക്ക് പറഞ്ഞാ മനസ്സിലാവാത്ത? കാറ്റും മഴയായിട്ട് മരം വീണ്ട് ലൈനൊക്കെ പൊട്ടി കിടക്കാറ് നേരാക്കാൻ വേണ്ടി. കാറ്റ് മഴയായിട്ട് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ കണ്ണ് പൊട്ടിയിരിക്കല്ല. നീ ഇന്ന് തുണിക്കടയിൽ പോയോ? എന്ത് തുണിക്കടയിൽ പോയോ? ആ, തുണിക്കടയിൽ പോയല്ലേ? ആ, എന്തേ? എന്നിട്ട് ജ്യൂസ് കടയിൽ പോയോ? തുണിക്കടയിൽ പോയിട്ടല്ലേ ജ്യൂസ് കടയിൽ പോയത്. അവിടുന്ന് കേക്ക് കഴിച്ചോ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ നിൽക്കണേ? എന്തിനാന്ന്? കഴിച്ചു. നിന്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത്? എന്താ മിണ്ടാട്ടം മുട്ടിപ്പോയോ? എന്നിട്ട് ഇതാണോ വിഷയം? എന്താ അതാണോ കാര്യം? അത് നിങ്ങൾക്ക് നിസ്സാര കാര്യമായിരിക്കും. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടേ കളയും. എന്നിട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളെ കൂടെ നടക്കും നിങ്ങൾ. എടി പോത്തെ പറയണത് അങ്ങോട്ട് കേക്കണ്ട. ഇന്നൊരു നല്ല ദിവസമല്ലേ? നിനക്ക് വല്ല ബോധമുണ്ടോ? അവളുടെ ബർത്ത്ഡേ അല്ലേ? ഒരു മുട്ടായി ഞാൻ കൊടുത്തു. എന്ത് കൊടുത്തിടാ? നല്ല വാക്ക് പറയാൻ പാടില്ല അതിനോട്. അവളുടെ ബർത്ത്ഡേ അല്ലേ? അവൻ വേറെ പെണ്ണിന്റെ കൂടെ പോയി കേക്ക് മുറിച്ച നാണാ നിനക്ക്? നാണം. എടാ വൃത്തികേട് പറയല്ലേടാ. നിനക്കൊക്കെ കാണിക്കാല്ലേ? തങ്കം, അവൻ പറയണോന്ന് നിങ്ങൾ അപ്പടിയും കേൾക്കുന്നു. നിങ്ങൾക്ക് ഒരു കുടുംബമുള്ളല്ലേ? ഇവന്റെ ഈ കള്ളത്തരത്തിന് നിനക്ക് കൂട്ടിക്കാൻ കൊള്ളാമോ? ഫാസിലെ, നിന്റെ കുടുംബത്തിലെ സംസ്കാരം അല്ല ഈ ഹവൽദാർ കുടുംബത്തിന്റെ. അത് ശരി. പച്ചപ്പാതിരാക്ക് കട്ടൻ ചായരാന്നും പറഞ്ഞ് വിളിച്ച് കേട്ടിട്ട് ഊളത്തരം പറയണ. ഞാൻ പോയേക്കാന്ന് അങ്ങോട്ട്. എനിക്ക് നിന്നോടും കൂടി പറയാനുണ്ട്. എന്തിനാ ഇനി നിന്റെയും കൂടി ഞാൻ കേൾക്കണോ? ഇവന്റെ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കാൻ ഫാസിലെ നിനക്ക് കൊള്ളാമോ? എന്റെ തങ്കം, അവൻ പറയണ നിങ്ങളൊന്നും കേൾക്കുന്നു. നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റുമോ? കനക, ഒരു കാര്യം ഞാൻ പറയാം. നീ പുറത്തോട്ട് ഞങ്ങൾ കണ്ണടച്ച് കഴിയുമ്പോഴത്തേന് ചുറ്റി ഇട്ടാവുള്ളൂ. ബാക്കി എല്ലാവർക്കും എല്ലാം കാണാം. എന്റെ ഭാര്യയുടെ കണ്ണ് ഇപ്പോഴെങ്കിലും തുറന്നല്ലോ, സമാധാനമായി. ഒരു പെങ്കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കണ്ണീര് കുടിപ്പിക്കണം. എനിക്കാണെങ്കിൽ നീ സഹിക്കോടാ. നിന്നെ നോക്കാൻ ഇറങ്ങി പോയ ഭർത്താവ് കൂടെ ഇടവുള്ള കാര്യം തുറന്നു പറയടാ. ആലോചിക്കാം, പുതിയ കള്ളത്തരം കണ്ടുപിടിക്കാൻ ആലോചനയില്ല. അവരുടെ കഴിയട്ടെ, കഴിഞ്ഞിട്ട് പറയാലോ. എന്റെ ജമന്തി, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അവൻ പറയണോന്ന് കേക്ക്. അന്നത്തെ വേളം ഉണ്ടാക്കിക്കൂടെ? നിങ്ങള് പറയിപ്പിക്കണ്ടേ? കഴിഞ്ഞെങ്കിൽ നിർത്ത്. അല്ല, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞോ. അത് കഴിഞ്ഞിട്ടേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കണ്ടേ? എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നല്ല നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അതിവിടെ അറിഞ്ഞല്ലോ എല്ലാവരും. പറഞ്ഞേ, എന്താ പറഞ്ഞേ? നീ എന്താ പറഞ്ഞത്? ഞാനെന്താ ഏതെങ്കിലും ഒരു തോന്നിയ പെണ്ണിന്റെ കൂടെ പോകുന്നൊരുത്തനോ? ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത്? എനിക്കൊന്നും അറിയണ്ട. എനിക്ക് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണ്. ഇവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. എന്നാ പിന്നെ അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയത്. ജമന്തി, ഞാൻ പറയട്ടെ, നീ അതിന്റെ ഇടയ്ക്ക് നീ തോക്കിന്റെ ഇടയിൽ കയറി വെടിവെക്കാൻ നിൽക്കല്ലേ. എന്നാ പിന്നെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രസന്റ് വാങ്ങിയിട്ട് ഇവൾക്ക് കൊടുക്കാന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. എന്നിട്ട് എന്ത് ഗിഫ്റ്റാ വാങ്ങാന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിരിക്കണം. അപ്പൊ ഇവൻ തന്നെയാണ് പറഞ്ഞു എന്നോട്, പിന്നെ എന്നാ പിന്നെ കനക ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഓഫീസിലെ മറ്റേ റാണിയെ പൂട്ടി പോക്കോ. അപ്പോൾ അവളാണെങ്കിൽ ഈ സ്ത്രീകളുടെ ടേസ്റ്റ് എന്താന്നുള്ളത് അറിയും.
അപ്പൊ എന്താ വേണ്ട വെച്ചാൽ വാങ്ങിക്കും ചെയ്യാന്ന് പറഞ്ഞു. അവൾ എപ്പോഴും ഇട്ടുകൊണ്ട് വരുന്നത് നല്ല അടിപൊളി ഡിസൈനും സൗകര്യവും ഒക്കെ ഉള്ള സാരികളായിരിക്കും. അവൾ പോയാൽ ഡിസ്കൗണ്ടും കിട്ടും. അതുകൊണ്ടല്ലേ അവരുടെ കൂടെ പറഞ്ഞു വിട്ടത്. ഇതിലിപ്പോ എന്താ ഒരു കുഴപ്പം? എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി എന്റെ കൂടെ വന്നതിൽ എന്താണ് ഒരു പ്രശ്നം? അതില് പറയടി ഇങ്ങോട്ട്, എന്താ കുഴപ്പം? എനിക്കൊരു സാധനം മേടിക്കണമെങ്കിൽ ഏട്ടനെന്തിനാ കണ്ട പെണ്ണുങ്ങളുടെ സഹായം? എനിക്കെന്താ വേണ്ടത് ഏട്ടൻ അറിയാൻ പാടില്ല. ഇത്രയും കാലമായിട്ട് ഞാൻ അവനോട് ചോദിച്ചാണ് ജമന്തിയുടെ ടേസ്റ്റ് എന്താണ്. അപ്പൊ എനിക്കറിയാൻ പാടില്ല ആവോന്ന് പറഞ്ഞു. അതാ ഞാൻ റാണിനെ കൂടെ വിട്ടത്. ഏട്ടൻ എന്ത് മേടിച്ചോണ്ട് വന്നാലും ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കായിരുന്നല്ലോ. ശരി ശരി, എല്ലാം നന്നായിട്ടുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു പെണ്ണിന്റെ കൂടെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു എന്നുള്ള വിവരം ഇവിടെ വന്നിട്ട് ആരാ പറഞ്ഞത്? അതിവിടെ ഒരു പ്രമുഖനില്ലേ, പ്രമുഖൻ പറഞ്ഞതാ. അത് അവന്റെ തല വലിഞ്ഞു പോയാ. വേണ്ട, എന്തിനു വെറുതെ. ഇവനെന്താണ് ആമയെ തലാകത്തോട്ട് വലിക്കാൻ? നേരെ നോക്കടാ. ഞാൻ എൻ്റെ കയ്യും എൻ്റെ നാക്കും വെറുതെ വൃത്തികേടാക്കണം. അതെ, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ് എന്നുള്ളത് കൊണ്ട് ഒരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഞാൻ നാളെ പോകുമ്പോൾ അതങ്ങ് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുക്കൊന്നും വേണ്ട, എന്റെ സമ്മാനാ. ഓരോ കാര്യമുള്ളൂ. എന്നോട് പറ. എന്ത് ഓടാ വൃത്തികെട്ടാ. ഒരു ഹാപ്പി ബർത്ത്ഡേ സന്തോഷമായിട്ട് പറയാനാ. അതെന്തിനു പറയുന്ന ആൾക്കറിയാലോ. പറയുന്ന അവളെ ചിരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ നല്ല ഹാപ്പി ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ. സന്തോഷമായില്ലേ?